അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. തൂബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുവിൻ, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുവിൻ. അത്താഇബു കമൻ ലാ ദംബ ലഹു, തൗബ ചെയ്തവൻ ഒരു പാപവും ചെയ്യാത്തവനെ പോലെയാണ് എന്നാൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊച്ചാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹ്ശിക്ക് പോലും അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊച്ചാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മൂക്ക് വികൃതമാക്കുകയും മുഖം വികൃതമാക്കുകയും കണ്ണ് ചൂഴ്ന്നെടുക്കുകയൊക്കെ ചെയ്ത് അതിക്രൂരമായി കൊന്ന വഹ്ശിക്ക് പോലും അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു തആല പശ്ചാത്തപിച്ചതിൻ്റെ പേരിൽ പുറത്തു കൊടുത്തിട്ടുണ്ടുവെങ്കിൽ നാമും അള്ളാഹുവിനോട് നാം പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് പുറത്തു തരുന്നതാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, തീർച്ചയായും അല്ലാഹു തആല തൗബ ചെയ്യുന്നവരോട് വളരെയധികം ഇഷ്ടമാണ് എന്നാണ്. അതുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം പശ്ചാത്തപിച്ച് നാം മടങ്ങുക, ധാരാളം ഇസ്തിഗ്ഫാറുകളെ നാം അധികരിപ്പിക്കുക. ഇനി മേലിൽ തെറ്റ് ചെയ്യുകയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം നാം ചെയ്യുക. കാക്കയുടെ തൗബയാവാതെ നാം അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് നാം പശ്ചാത്തപിച്ച് നാം മടങ്ങുക. അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ സർവമാന പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരികയും ശേഷം ഇനി പാപരഹിതമായി ജീവിക്കുവാനുമുള്ള മഹാ സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.